രാത്രി 8 മണിയോടെയാണ് സുമേഷ് അച്ഛനുമായിട്ട് സംസാരിച്ചത്. താനും കപ്പലിലുള്ളവരും സുരക്ഷിതരാണെന്ന് സുമേഷ് അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കലിലേക്ക് നമുക്കൊരു പോയി വരാം. ഇക്ബാൽ, ആശ്വാസ വാർത്തയാണ്. സുമേഷ് ബന്ധുക്കളുമായി സംസാരിച്ചു. നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇവരെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്നും ഇറാൻ അറിയിച്ചിരുന്നു. ഇപ്പോൾ സുമേഷ് സംസാരിച്ചതിനോടുകൂടി ആശ്വാസമായോ വീട്ടുകാർക്ക്? അരുൺകുമാർ, ഇറാൻ ഇസ്രായേലി കപ്പൽ പിടിച്ചെടുത്തത് മുതൽ സുമേഷിന്റെ ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തോട് നിരന്തരമായി ബന്ധപ്പെടുകയായിരുന്നു. എങ്ങനെയെങ്കിലും മകനുമായി ഒന്ന് ആശയവിനിമയം നടത്താനുള്ള ഒരു അവസരം ഒരുക്കണമെന്നായിരുന്നു കുടുംബം ഈ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായും സുമേഷിന്റെ അച്ഛൻ ഏറെ നേരം സംസാരിച്ചിരുന്നു. ഇവരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇന്നലെ ഇറാനിലുള്ള ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇന്നലെ സുമേഷിനെ വീട്ടിലേക്ക് വിളിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ കേരളശ്ശേരി സ്വദേശിയായുള്ള സുമേഷ് അച്ഛനുമായി ബന്ധപ്പെട്ടത്. കപ്പലിലുള്ള എല്ലാവരും താനും കപ്പലിൽ സുരക്ഷിതരായി ഇരിക്കുന്നുവെന്നും ആവശ്യത്തിനുള്ള ആഹാര സാധനങ്ങളെല്ലാം കപ്പലിൽ ഉണ്ട് എന്നും സുമേഷ് ഇന്നലെ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ മോചിതരാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥർ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സുമേഷിനെ ബന്ധുക്കളെ വിളിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ളത്. 2 മിനിറ്റ് നേരം മാത്രമാണ് സുമേഷിന് അച്ഛനോട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇതിനുശേഷം സുമേഷ് മുംബൈയിലുള്ള ഭാര്യയോടും അതുപോലെ തന്നെ അമ്മയോടും ഫോൺ ചെയ്ത് സംസാരിച്ചു എന്നാണ് സുമേഷിന്റെ അച്ഛൻ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഈ കപ്പലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് കുടുംബം ഉദ്യോഗസ്ഥരോട് വിദേശകാര്യ മന്ത്രാലയത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അരുൺകുമാർ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകുന്നത്. സുമേഷ് ഇന്നലെ ബന്ധുക്കളുമായി സംസാരിച്ചു എന്നൊരു ആശ്വാസ വാർത്ത വരുന്നുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു വാർത്ത. 17 ഇന്ത്യക്കാരതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു വനിതയടക്കം 4 മലയാളികളും ഈ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിൻ്റെ ഈ കപ്പലിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോർച്ചുഗീസിൻ്റെ കപ്പലാണ് യഥാർത്ഥത്തിൽ.